അതിനെന്ത് യോഗ്യതയാണ് ദൈവം മറിയത്തിൽ കണ്ടത് എന്നൊരു ചോദ്യം പലപ്പോഴും നമ്മൾ വചനത്തിലൂടെ അന്വേഷിക്കാറുണ്ട്. ഈ യോഗ്യത എന്താണെന്ന് മാതാവ് തന്നെ തിരുവചനത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. നമ്മളിന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തെ സങ്കീർത്തനത്തിലും നമ്മൾ കേട്ടു, ദൈവം തന്നെ ദൈവത്തിനായ ക്രിസ്തുവിന്റെ അമ്മയായിട്ട് തന്നെ തിരഞ്ഞെടുക്കുവാനുള്ള കാരണമായിട്ട് മറിയം വെളിപ്പെടുത്തുന്ന കാര്യം ഒന്നേ ഉള്ളൂ. ദൈവം തന്നെ താഴ്ന്ന നിലയെ ദൈവം അറിഞ്ഞു. ആണ്ടവരുടെ താഴ്ന്ന നിലയെ കണ്ണോക്കിന്ന എന്ന് മറിയം വ്യക്തമാക്കുന്നുണ്ട്. നാം സുവിശേഷ ഭാഗത്തിലൂടെയും പ്രത്യേകിച്ച് പഴയ നിയമത്തിലൂടെയും നമ്മൾ വായിച്ച രണ്ടാമത്തെ വായനയിലൂടെ കടന്നു പോകുമ്പോൾ നാം മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. എളിമയുള്ള വ്യക്തികളെ ദൈവം തിരഞ്ഞെടുക്കുന്നു. എളിമയുള്ളവർക്ക് തന്നെ ദൈവത്തിന്റെ വലിയ കൃപ ദൈവം എപ്പോഴും നൽകുന്നു. പ്രത്യേകിച്ച് യാക്കോബ് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പ്രകാരം അപ്പോസ്തലൻ പറയുന്നു, ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. ഇതേ വചനം തന്നെ പത്രോസ് അപ്പോസ്തലന്റെ 1-ാമത്തെ ലേഖനത്തിൽ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യുവാക്കന്മാരെ നിങ്ങൾ പരസ്പര വിനയത്തോടെ പ്രവർത്തിക്കുവേൻ. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് ദൈവത്തെ കൃപ നൽകുകയും ചെയ്യുന്നു. ഈ രണ്ട് പുസ്തകങ്ങൾ അടുത്തടുത്ത വാക്കുകളാണ്. ഈ രണ്ട് അപ്പോസ്തലന്മാരും ഒരേ വാക്ക് തന്നെ പറയുന്നു. അത് ഇതാണ്, അഹങ്കാരികളെ ദൈവം എപ്പോഴും എതിർക്കുകയും വിനയമുള്ളവർക്ക് ദൈവം തന്റെ വലിയ കൃപ എപ്പോഴും നൽകുകയും ചെയ്യുന്നു. നമ്മൾ വായിച്ചു കേട്ട രണ്ടാമത്തെ വായനകളിൽ 1-ാമത്തെ വായനയിൽ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് തന്റെ ജീവിതത്തിൽ അനുഭവിച്ച കാര്യം അപ്പോസ്തലൻ വ്യക്തമാക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ മനസ്സിലാകാതെ പോകുന്ന ഒരു വാക്യമാണ് അപ്പോസ്തലന്റെ വാക്ക്, ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തിയുള്ളവനായിട്ട് മാറുന്നത്. പലപ്പോഴും ഞാൻ ഈ വാക്ക് പലപ്പോഴായി ചിന്തിച്ചിട്ട് അർത്ഥം എനിക്ക് മനസ്സിലായില്ല. പക്ഷെ അപ്പോസ്തലൻ പറയുന്നു, വെളിപാടുകളുടെ ആധിക്യത്താൽ എന്റെ ജീവിതത്തിൽ വലിയ അഹങ്കാരം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ദൈവം എനിക്ക് വലിയ ഒരു മുള്ളെനിക്ക് തന്നു. ആ മുള്ളെന്താണെന്ന് അപ്പോസ്തലൻ പറയുന്നില്ല. പക്ഷെ ദൈവം സാത്താൻ ദൂതനെ ഉപയോഗിച്ചുകൊണ്ട് എന്റെ ജീവിതത്തിൽ ദൈവം ഒരു വലിയ പ്രശ്നം ദൈവം ഉണ്ടാക്കി. എന്തിന്? ഞാൻ ജീവിതം അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടി. നമുക്ക് വചനമായിട്ട് മനസ്സിലാകുന്ന കാര്യമാണ്, ദൈവം പിശാചിനെ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. മനുഷ്യ ജീവിതത്തിൽ എവിടാനും മനുഷ്യനെ അഹങ്കാരത്തിൽ താഴെക്കാൻ വേണ്ടി ദൈവം പലപ്പോഴും പിശാചിനെ ദൈവം ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണമായിട്ട് പഴയ നിയമത്തിൽ യോബിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നു, പിശാച് ദൈവത്തോട് ചോദിക്കുന്നു, അല്ലയോ കർത്താവേ, അങ്ങ് ദാസനായിട്ടുള്ള ഈ ജോബ് എന്തുകൊണ്ട് അങ്ങയെ എതിർക്കാതെ ജീവിക്കുന്നു? അവിടെ 10-ാമത്തെ വാക്യത്തിൽ പിശാച് പറയുന്ന വാക്ക് ഇതാണ്, അവൻ നിന്നെ എതിർക്കാതിരിക്കാനുള്ള കാരണം ഇതാണ്, അങ്ങ് അവനും അവന്റെ ഭവനത്തിനും അവൻ സമ്പത്തിന് ചുറ്റും വേലി കെട്ടി സുരക്ഷിതം നൽകി അവന്റെ പ്രവൃത്തികളെ അങ്ങ് അനുഗ്രഹിക്കുന്നു. നമുക്കറിയാമോ, പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യമാണ്, എളിമയോടെ ജീവിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ 3 വേലികൾ ദൈവം കെട്ടാറുണ്ട്. ഒന്ന്, വ്യക്തിപരമായിട്ട് നമ്മൾ ചുറ്റും ദൈവം ഒരു കൂടാരം ദൈവം ഒരു വേലി കെട്ടാറുണ്ട്. രണ്ടാമത്തെ വേലി, നിന്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നിന്റെ കുടുംബത്തിലെ ആളുകൾക്ക് ചുറ്റും ദൈവം വലിയൊരു വേലി കെട്ടാറുണ്ട്. മൂന്നാമത്, നീ പരിപാലിക്കുന്ന നിന്റെ സ്വത്തുക്കൾക്ക് ചുറ്റും ദൈവം വേലി കെട്ടാറുണ്ട്. പിശാച് ദൈവത്തോട് ചോദിച്ചു, ദൈവമേ അല്ലെങ്കിൽ കർത്താവേ, സാത്താൻ അല്ലെങ്കിൽ ജോബിനെ പരീക്ഷിക്കാൻ വേണ്ടി ഈ 3-ാമത്തെ വേലി പൊളിക്കാൻ അനുവദിക്കണം. ദൈവം പറഞ്ഞു, ആ 3-ാമത്തെ വേലി പൊളിക്കുക. അങ്ങനെ ആദ്യം പിശാച് ജോബിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സമ്പത്തിന്റെ മേലുണ്ടായിരുന്ന വലിയ വേലി സാത്താൻ പൊളിക്കുന്നുണ്ട്.
രണ്ടാമതായിട്ട് തൻ്റെ ജോബിൻ്റെ കുടുംബത്തെ മുഴുവൻ നശിപ്പിക്കാൻ, കൊല്ലാനായിട്ടുള്ള അധികാരം ദൈവം സാത്താന് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, എന്തുകൊണ്ടാണ് സാത്താന്, പിശാചിന് ഈ ജോബിന്റെ കുടുംബത്തെ മുഴുവൻ വധിക്കുവാനുള്ള അവകാശം ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ജോബിന്റെ ഭാര്യയെ സാത്താൻ വധിക്കാത്തത്? എന്തുകൊണ്ടാണ് ജോബിന്റെ 10 മക്കളെ മാത്രം എന്തുകൊണ്ട് സാത്താൻ വധിച്ചു? ഞാനൊരു പ്രസംഗത്തിൽ കേട്ടത്, സാത്താൻ തന്റെ ഭാര്യ വധിക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ജോബിന്റെ ഭാര്യ മരിക്കുന്നതിനേക്കാൾ നല്ല മരിക്കാതിരിക്കുന്നതാണ്. കാരണം ഓരോ നിമിഷം ഇഞ്ചിഞ്ചായിട്ട് തന്റെ ഭർത്താവിനെ കൊല്ലാനുള്ള കഴിവ് ജോബിന്റെ ഭാര്യയ്ക്കുണ്ട്. അതുകൊണ്ടാണ് തന്റെ 10 മക്കളെയും പിശാച് വധിച്ചപ്പോഴും ജോബിന്റെ ഭാര്യയെ സാത്താൻ വധിക്കാണ്ട് പോയത്. അവസാനമായിട്ട് ജോബിന് ചുറ്റും കെട്ടിയിരുന്ന വലിയ വേലിയും പൊളിക്കാനായിട്ട് ദൈവം സാത്താൻ അനുവദിക്കുന്നുണ്ട്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ട് ഇടപാടുകളിൽ ദൈവം തന്ന വലിയ നന്മകളിൽ അഹങ്കരിക്കാൻ വേണ്ടി ദൈവം എന്നെ ചെറുതാക്കാൻ വേണ്ടി എൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു വലിയ മുള്ള ദൈവം എനിക്ക് തന്നു. ഞാൻ 3 തവണ ദൈവത്തോട് പ്രാർത്ഥിച്ചു. 3 തവണ പ്രാർത്ഥിച്ചാൽ മതിയോ? ഇല്ല. പക്ഷെ ദൈവത്തിന് ജോബിന്റെ 3ാമത്തെ പ്രാർത്ഥന ദൈവം കേട്ടു. ദൈവം കൊടുത്ത ഉത്തരം ഇതാണ്. ജോബ് തന്റെ ജീവിതത്തിലുള്ള വലിയ പ്രശ്നം എടുത്തു മാറ്റാൻ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറയുന്നു, നിനക്ക് എൻ്റെ കൃപ മതി. ഒരിക്കലും ദൈവം പൗലോസിന്റെ ജീവിതത്തിലുള്ള വലിയ പ്രശ്നം ദൈവം മാറ്റിയില്ല. നമ്മൾ ഗലാത്യയിലെ 4ാമത്തെ അധ്യായത്തിൽ കാണുന്നുണ്ട്, അപ്പോസ്തലന്റെ ജീവിതത്തിലുണ്ടായിരുന്ന വലിയ പ്രശ്നം എന്താണെന്ന് അവിടെ വ്യക്തമാക്കുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ, പണ്ഡിതന്മാർ പറയുന്നു, പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ അദ്ദേഹം അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടി ദൈവം ഒരു വലിയ പ്രശ്നം നൽകി. ആ പ്രശ്നം എന്ന് പറയുന്നത് അപ്പോസ്തലന്റെ കണ്ണുകളിൽ നിന്ന് എപ്പോഴും അസ്വസ്ഥമായിരുന്നു. എപ്പോഴും കണ്ണുകളിൽ നിന്ന് നീരെപ്പോഴും ഒഴുകി ഇറങ്ങുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അപ്പോസ്തലൻ പറയുന്നു, എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നം മാറ്റാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ടും ദൈവം എന്നെ അനുവദിച്ചില്ല. മറിച്ച് ദൈവം പറഞ്ഞു, നിനക്ക് എൻ്റെ കൃപ ജീവിതത്തിൽ മതി. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അതുകൊണ്ട് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ കൂടുതൽ ബലവാനായിട്ടിരിക്കുന്നത്. കാരണം ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ പ്രവർത്തിക്കുന്നത്. ഞാൻ ബലഹീനനായിട്ട് കഴിയുമ്പോഴാണ് ദൈവത്തിന്റെ അറിവ് എന്നിൽ എപ്പോഴും വർഷിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തിനെയാണ്? ഇന്ന് ഭക്തസംഘടനകളായിട്ടുള്ള നിങ്ങൾ ഇന്ന് ബലിക്ക് വേണ്ടി നേരിട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, നിങ്ങളുടെ ഈ പ്രസ്ഥാനം തുടങ്ങി ഒരുപാട് വർഷമായി. പ്രത്യേകിച്ച് ഈ അമ്മമാരുടെ സംഘടന, ഭക്തസംഘടന ഒരുപാട് വർഷമായി. നിങ്ങൾക്ക് എന്ത് പുരോഗതിയാണ് നിങ്ങളുടെ ആത്മീയത്തിൽ ഉണ്ടായിട്ടുള്ളത്? അനേകം വർഷങ്ങളായിട്ട് ഇരിക്കുമ്പോൾ ഇപ്പോഴും പഴയ ആ സ്ഥലത്ത് തന്നെയാണോ? അത് വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാനുള്ള വരം കിട്ടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ഒരു ഉണർവ് ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് ചിന്തിക്കേണ്ട നിമിഷമാണ് ഇത്. കാരണം എപ്പോഴൊക്കെ നിങ്ങൾ ചെയ്യുന്ന വിജയപ്പോഴായിക്കോട്ടെ, അല്ലെങ്കിൽ ഓരോ സംഘടനയായിക്കോട്ടെ, നിങ്ങൾ വ്യക്തിപരമായിട്ടും നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഓരോ കാര്യം ചെയ്യുമ്പോഴത്തേക്കും ഒരിക്കലും പ്രവർത്തിക്കില്ല. എന്നാൽ നിങ്ങളെ തന്നെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും ദൈവമകത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം എപ്പോഴും ഉണ്ടാകുക. ഒരുപാട് ഉദാഹരണങ്ങൾ ബൈബിളിലുണ്ട്. പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് യാക്കോബ്. യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യൻ തൻ്റെ പിറവിയിൽ അല്ലെങ്കിൽ പിറക്കുന്നതിന് മുമ്പ് അമ്മയുടെ ഉദരത്തിൽ സഹോദരനുമായിട്ട് ഗുസ്തി പിടിച്ചവനാണ്, മല്ല് പിടിച്ചവനാണ് യാക്കോബ്. ഇനി ജനിച്ചപ്പോഴോ സഹോദരനായ ഏസാവിന്റെ കുതികാലിൽ പിടിച്ചിട്ടാണ് യാക്കോബ് പുറത്തേക്ക് വന്നത്. അതുകൊണ്ട് അങ്ങനെ യാക്കോബ് പുറത്തേക്ക് വന്നതുകൊണ്ട് അതേപോലത്തെ പേരാണ് യാക്കോബ്. അതിന് അർത്ഥം എന്താ? യാക്കോബ് എന്ന വാക്ക് നിങ്ങൾ നമുക്ക് കിട്ടുന്ന അർത്ഥം ഇതാണ്, വഞ്ചകൻ എന്നാണ്. അല്ലെങ്കിൽ പിടിക്കപ്പെടുന്നവൻ, അല്ലെങ്കിൽ ഒരു തിന്മയായിട്ട് അർത്ഥമാണ് യാക്കോബ് എന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം യാക്കോബ് ജന്മത്തിൽ തന്നെ, എനിക്ക് മുമ്പേ തന്നെ സഹോദരനുമായിട്ട് മൽപ്പിടുത്തം പിടിച്ചവനാണ്. ഒന്നാമത് വരാൻ സാധിക്കാതെ പോയപ്പോൾ സഹോദരന്റെ കുതികാലി പിടിച്ചിട്ടാണ് അവൻ പുറത്തേക്ക് വന്നത്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ഈ പറയുന്ന യാക്കോബ് തന്റെ സ്വന്തം സഹോദരന്റെ കടിഞ്ഞുള്ള അവകാശം നേടാൻ വേണ്ടി ആ സഹോദരന് ഒരു പായസം കൊടുത്തുകൊണ്ട് സഹോദരനെ
ദൈവത്തിനെ യാക്കോബ് പറ്റിക്കുന്നുണ്ട്. മൂന്നാമത്, ദൈവമായിട്ട് പോലും അല്ലെങ്കിൽ താനുമായിട്ട് യുദ്ധം ചെയ്ത് അല്ലെങ്കിൽ മൽപ്പിടുത്തം പിടിച്ച വ്യക്തി പോലും തോൽപ്പിക്കാൻ നോക്കിയ വ്യക്തിയാണ് യാക്കോബ്. പക്ഷെ നമ്മൾ കാണുന്നുണ്ട്, ദൈവം യാക്കോബിനെ ഒന്നുമില്ലാത്തവൻ മാറ്റിയിട്ടാണ് ദൈവം അവനെ ദൈവത്തിന്റെ അല്ലെങ്കിൽ അവനെ ഉയർത്തുന്നത്. കാരണം യാക്കോബ് ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു, റാഹേൽ. എന്നാൽ ഈ റാഹേലിന്റെ അപ്പനായിട്ടുള്ള ലാബാൻ എന്ത് ചെയ്തു? ഇതേ തന്റെ പുത്രിയെ സ്നേഹിച്ച വ്യക്തിയെ ഇദ്ദേഹം പറ്റിക്കുന്നുണ്ട്. കാരണം യാക്കോബ് വഞ്ചരിച്ചതാണ്, യാക്കോബ് പറ്റിച്ചത്. അതുകൊണ്ട് ദൈവം യാക്കോബിനെ താഴെ ഇറക്കുന്ന നിമിഷമാണ് കാണുന്നത്. നമുക്കറിയാം, ഓരോ വിവാഹത്തിന് ശേഷമാണ് ഒരു വിവാഹം ശേഷമാണ് ആഘോഷിക്കുന്നത്. പക്ഷെ അന്ന് ലാബാൻ ചെയ്തത് ആദ്യം ആഘോഷം വെച്ചു. യാക്കോബിനെ മുഴുവൻ കുടിപ്പിച്ചിട്ട് രാത്രിയായപ്പോൾ ഇദ്ദേഹം താൻ സ്നേഹിച്ച പെണ്ണിനെ കൊടുക്കാതെ സഹോദരിയായി ലേയെ പിടിച്ച് യാക്കോബിന് ഭാര്യയായിട്ട് കള്ളു കുടിച്ച് മൂത്തപ്പോൾ ഭാര്യയായിട്ട് കൊടുത്തു. അവൻ എഴുന്നേറ്റ് മനസ്സിലായി താൻ സ്നേഹിച്ച പെണ്ണില്ല. ഈ ലേയെ റാഹേൽ സ്വന്തമാക്കാൻ വേണ്ടി യാക്കോബ് 7 വർഷത്തിൽ അപ്പന്റെ കീഴിൽ ജോലി ചെയ്തു. വീണ്ടും താൻ സ്നേഹിച്ച വ്യക്തിയല്ല ഇവൻ നൽകിയതെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവൻ വീണ്ടും 7 വർഷം ജോലി ചെയ്തിട്ടാണ് റാഹേലിനെ ഭാര്യയായിട്ട് യാക്കോബ് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ദൈവത്തെ പറ്റിച്ച അല്ലെങ്കിൽ തന്റെ ജീവിതത്തിൽ എല്ലാവരുമായിട്ട് മൽപ്പെടുത്താൻ പിടിച്ച വ്യക്തിയെ ദൈവം ശൂന്യനാക്കുന്നുണ്ട്. അവസാനമായിട്ട് ദൈവദൂതനുമായിട്ട് യാക്കോബ് മൽപ്പെടുത്താൻ പിടിക്കുമ്പോൾ ആ ദൂതൻ തോൽപ്പിക്കാൻ നോക്കുമ്പോൾ ദൂതൻ ചെയ്യുന്നത് അവന്റെ ഇടുപ്പിന്റെ അരക്ക് തട്ടി അവന്റെ കാല് അല്ലെങ്കിൽ ഇടുപ്പര ദൈവം ഒടിച്ചു കളഞ്ഞു. അങ്ങനെ പിന്നീട് നമുക്കറിയാം, ചെറുപ്രായമായിരുന്ന യാക്കോബ് പിന്നീടുള്ള ജീവിതം മുഴുവൻ ഈ ഇടുപ്പിന് അരയ്ക്ക് സ്വാധീനമില്ലാത്ത വ്യക്തിയിലാണ് അദ്ദേഹം ജീവിച്ചെന്ന് അറിയാം. അപ്പോൾ പിന്നീടാണ് ദൈവം യാക്കോബിനെ അനുഗ്രഹിക്കുന്നത്. മൽപ്പിടുത്തക്കാരനായിട്ടുള്ള തന്റെ ജീവിതത്തിൽ താൻ വലിയവനെന്ന് ചിന്തിച്ചിരുന്ന യാക്കോബിനെ ഒന്നുമില്ലാത്തവനാക്കിയിട്ടാണ് ദൈവം വീണ്ടും അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്നത്. ഇതുപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. മോശ എന്ന വ്യക്തി അവൻ ഫറവോയായിട്ട് മാറേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ഫറവോയുടെ പുത്രിയുടെ മകനായി നടത്തുന്ന മോശ ദൈവം ഒന്നുമില്ലാത്ത അത് ആക്കിയിട്ടാണ് ദൈവം അവന് വീണ്ടും ഇസ്രായേലിന്റെ ഉയർച്ച മോശ ദൈവം കൊണ്ടുവരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ നമ്മൾ ഒരിക്കലും ചിന്തിക്കേണ്ട കാര്യം, എപ്പോഴൊക്കെ നമ്മളെ ഉയർത്തുന്നതോ ദൈവത്തിന്റെ അനുഭവം നമ്മൾ ഒരിക്കലും പ്രവർത്തിക്കില്ല. ദൈവത്തിന്റെ അനുഭവം നമ്മിൽ പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ തന്നെ ഇല്ലാതാക്കണം. ദൈവം പൗലോസ്തലനെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് അപ്പോസ്തലന്റെ മേൽ അധികമായിട്ടുള്ള ദൈവത്തിന്റെ അഭിഷേകം നിറയ്ക്കാൻ വേണ്ടി അദ്ദേഹം അപ്പോസ്തലനെ ഒന്നുമില്ലാത്തവനാക്കി മാറ്റി. അതുകൊണ്ടാണ് നമ്മൾ വായിച്ചതിന്റെ അവസാനത്തെ വാക്കിൽ അദ്ദേഹം പറയുന്ന വാക്കിനാണ്, അതുകൊണ്ട് ബലഹീനതകളും ആക്ഷേപങ്ങളും ഞെരുക്കങ്ങളും പീഡനങ്ങളും അത്യാഹിതങ്ങളും ഞാൻ ക്രിസ്തുവിനെ പ്രതി സഹിക്കുമ്പോൾ ഞാൻ സന്തോഷവാനാണ്. എൻ്റെ ജീവിതത്തിൽ നിന്നുള്ള എല്ലാത്തിലും ഞാൻ സന്തോഷിക്കാൻ കാരണം ദൈവം എന്നെ താഴെ ഇറക്കി. അതുകൊണ്ട് ഞാൻ ബലഹീനനായിരിക്കുന്നതിൽ സന്തോഷിക്കുന്നു. കാരണം ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ കൃപ എന്നിലേക്ക് വർഷിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ബലഹീനനാണെന്ന് ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. ബലഹീനം ദൈവത്തിന് എപ്പോഴും ഉണ്ടാകുന്നത്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇനി സുവിശേഷ ഭാഗത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരുപാട് സംഭവങ്ങളുണ്ട്. പോലെ നമുക്കറിയാം, യേശു സ്നേഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു ലാസർ. ലാസർ രോഗബാധിതനാണെന്ന് മനസ്സിലാക്കിയിട്ടും യേശു 3 ദിവസം അവനെ കാണാനായിട്ട് പോയില്ല. എപ്പോൾ ലാസർ മരിച്ചു എന്ന് അറിഞ്ഞപ്പോഴാണ് യേശു ലാസറിനെ ഉയർപ്പിക്കാനായിട്ട് പോകുന്നത്. ലാസറിന്റെ ജീവൻ അല്പം പോലും ഇല്ലാതാകുമ്പോഴാണ് യേശു ദൈവം പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ ജായിറസിന്റെ പുത്രിയെ സുഖപ്പെടുത്താനായിട്ട് അപേക്ഷിക്കുമ്പോൾ ഈശോ തന്റെ അർത്ഥം പതുക്കെ ആക്കി. കാരണം ജായിറസിന്റെ മകൾക്ക് ജീവനുണ്ടായിരുന്നു. എന്നാൽ എപ്പോൾ ജായിറസിന്റെ മകൾക്ക് ജീവൻ മുഴുവൻ നഷ്ടപ്പെട്ടു പോയോ അപ്പോഴാണ് ഈശോ അവർ പ്രവർത്തിക്കുക. അല്ലെങ്കിൽ മാതാവിന്റെ മധ്യസ്ഥതയിൽ കല്യാണ നാളിൽ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഒരു ഗ്ലാസ് ബാക്കി വന്നപ്പോഴല്ല, വീഞ്ഞ് മുഴുവൻ തീർന്നു പോയപ്പോഴാണ് ഈശോ അവരുടെ ജീവിതത്തിൽ എപ്പോഴും ഈശോ പ്രവർത്തിക്കുക. അല്ലെങ്കിൽ 5 അപ്പം 5000 പേർക്കാണ് യേശു പ്രവർത്തിച്ചപ്പോൾ അവർക്ക് അപ്പമില്ല എന്നുള്ള കാര്യം പറയുമ്പോഴാണ്, ഒരു തുണ്ട് അപ്പം പോലെ ഇല്ലാതെ പോകുമ്പോഴാണ് യേശു അവരുടെ ജീവിതത്തിൽ എപ്പോഴും യേശു പ്രവർത്തിക്കുക. അല്ലെങ്കിൽ യേശു ചെയ്ത അവസാനത്തെ അത്ഭുതത്തിൽ യേശു ഉയർത്തിയ ശേഷം അപ്പോസ്തലന്മാർ മീൻ പിടിക്കാൻ പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്,
പത്രോസ് മീൻപിടുത്തക്കാരനാണ്, എല്ലാ കഴിവുള്ളവനാണ്. എന്നാൽ സന്ധ്യയ്ക്ക് 6 മണി മുതൽ പിറ്റേന്ന് പ്രഭാതം വരെ വല വീശിയിട്ടും ഒരു മീൻ പോലും കിട്ടാതെ വരുമ്പോഴാണ് യേശു അവനെ ഇടപെടുക. അപ്പോൾ പത്രോസിനെ ദൈവം ഇല്ലാതാക്കുന്നു. തൻ്റെ കഴിവുകളിൽ നിന്ന്, തൻ്റെ കഴിവ് ഉപയോഗിച്ച് തനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അവനെ ബോധ്യപ്പെടുത്തിയിട്ടാണ് ഈശോ വലതുഭാഗത്ത് വരവിക്കാൻ ഈശോയോട് പറയുക. പരിശുദ്ധ അമ്മ ചെയ്തത് തന്നെയാണ്. ദൈവത്തിൻ്റെ അമ്മയാകാനുള്ള യോഗ്യത എനിക്ക് എവിടെ നിന്ന് എന്നുള്ള ചോദ്യത്തിന് മറിയത്തിന് ഉത്തരം ദൈവം എൻ്റെ എളിമയെത്തിക്കാൻ പാർത്തു. ദൈവദൂതൻ മാതാവിന് പ്രത്യക്ഷപ്പെട്ടവരോട് പറഞ്ഞ കാര്യം ഇത്, ദൈവകൃപ നിറഞ്ഞവനെ സ്വസ്തി. അത് മറിയത്തിൽ ദൈവത്തിൻ്റെ കൃപ ദൈവം കണ്ടെത്തി. ദൂതൻ പറയുന്ന മറിയത്തെ ഭയപ്പെടേണ്ട, ദൈവത്തിൽ ദൈവം കൃപ കണ്ടെത്തിയിരിക്കുന്നു. അതായത് ദൈവത്തിൻ്റെ കൃപ ഒരുവനുണ്ടാകണമെങ്കിൽ അവൻ എളിമപ്പെടണം. മാതാവിന്റെ വാക്ക് അത് തന്നെയാണ്. എൻ്റെ എളിമയെ ദൈവം കണ്ടു. എൻ്റെ ജീവിതത്തിൽ ഞാൻ എളിമപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ കൃപ എന്നിൽ വർഷിക്കപ്പെട്ടു. എൻ്റെ എളിമയെ ദൈവം കണ്ട് ദൈവം എന്നെ അധികമായിട്ട് ഉയർത്തി എന്ന മാതാവ് തൻ്റെ ജീവിതത്തിലൂടെ പറയുന്നു. നമ്മളും പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന സംഘടനയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി നിങ്ങൾ ചെയ്ത പ്രവൃത്തികൾ വലിപ്പമാണെന്ന് ചിന്തിക്കുമ്പോൾ ഒരിക്കലും ദൈവം ഇടപെടില്ല. അല്ലെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ടെങ്കിൽ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ തരും. അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, രോഗങ്ങൾ എന്നെക്കുറിച്ച് ഇല്ലായ്മ പറഞ്ഞതല്ല ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കാൻ. കാരണം എന്നെ ദൈവം മനഃപൂർവ്വമായിട്ട് എന്നെ താഴ്ത്താൻ വേണ്ടി ദൈവം ഇതൊക്കെ എനിക്ക് തന്നു. അങ്ങനെ താഴ്ത്തുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ നമ്മിലേക്ക് എപ്പോഴും വർഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയെ പോലെ ദൈവം നമ്മിൽ ദൈവത്തിൻ്റെ കൃപ ദൈവം കണ്ടെത്തട്ടെ. ആ ദൈവത്തിൻ്റെ കൃപ നമ്മിൽ ദൈവം കണ്ടെത്തണമെങ്കിൽ മറിയത്തെ പോലെ എളിമയുള്ളവരിലായി ജീവിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ, ദൈവം നമ്മിൽ കൃപ എപ്പോഴും കണ്ടെത്തുക. അതുകൊണ്ട് നമുക്ക് കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങ് നീ തിരഞ്ഞെടുത്ത ഓരോ വ്യക്തിയെയും അവൻ്റെ അഹങ്കാരത്തിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ടാണ് നീ പ്രവർത്തിക്കുക. ഓരോ അപ്പോസ്തലന്മാരെയും അല്ലെങ്കിൽ ദൈവം വിളിച്ച ഓരോ വ്യക്തിയെയും ദൈവം ബലപ്പെടുത്തുന്നത് അവൻ്റെ ഇല്ലായ്മയെ മനസ്സിലാക്കാൻ ഒന്നുമില്ലാത്തതായിട്ട് താഴെ ഇറങ്ങുമ്പോഴാണ് ദൈവം അവൻ പ്രവർത്തിക്കുക. മാതാവും ദൈവം എന്തുകൊണ്ട് മറിയത്തെ തിരപ്പുത്തൻ അമ്മയായി തിരഞ്ഞെടുത്തതിന് മറിയം പറയുന്ന ഏക കാരണം എൻ്റെ ചെറുപ്പം, എൻ്റെ വലിപ്പമില്ലായ്മ, എൻ്റെ എളിമ ദൈവം കണ്ടു. അതുകൊണ്ട് ദൈവം എന്നെ ഉയർത്തി. നമുക്ക് പ്രാർത്ഥിക്കാം. അൻപിമിക്ക സഹോദര സഹോദരികളെ, கடவுள் நமக்கு செய்த நன்மைகளை நினைவு கூர்ந்து ஒன்று கூடியுள்ள நாம் அவரை மன்றாடுவோம். அவரது திருவுள்ளத்தை கேட்டபடி நம் மன்றாட்டுகள் அமைய வேண்டுவோமாக. കാരുണ്യവാനായ ദൈവമേ, തിരുസഭയെ നയിക്കുന്ന ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ രൂപത അധ്യക്ഷൻ സെബാസ്റ്റ്യൻ എളിമയുള്ളവർക്കാണ് ദൈവത്തിൻ്റെ കൃപ വർഷിക്കപ്പെടുക. നിങ്ങൾ മനസ്സിലാക്കുന്നു. ഇന്ന് കുർബാനയിൽ നേരിട്ട് കൊടുക്കുന്ന വിൻസെൻ്റ് ഇപ്പോൾ സൊസൈറ്റി അംഗങ്ങളെയും മാതൃപേരെയും പിതൃപേരെയും ചെറുവശുന്ന മിഷനിലേക്ക് ഇലിജിതമേരി ലിവിംഗ് ജീസസ് ഹോളി ചൈൽഡ്ഹുഡ് എന്നീ സംഘടനയെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയെ പോലെ ഇവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ദൈവഭക്തനായിട്ട് ചെയ്യുവാൻ അങ്ങനെ ഇവരെ ഇടയാക്കണമേ. സ്വന്തം പ്രശംസയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ ഇവരോരോരുത്തരും ദൈവമഹത്വത്തിനായിട്ട് പ്രവർത്തനങ്ങൾ നിർവഹിക്കുവാൻ ഇവർ അനുഗ്രഹിക്കണമേ എന്ന് കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മൗനമായിട്ട് പ്രാർത്ഥിക്കാം. മൃത്യുമായ അപേക്ഷകൾ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ അഹങ്കാര ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ നമുക്ക് മാറ്റം വേണ്ടി ഈശോയെ പ്രാർത്ഥിക്കാം. നീ എളിമപ്പെടുമ്പോൾ ദൈവം നിന്നെ പ്രവർത്തിക്കാം. ദൈവം നിന്നെ അത്യധികമായി ദൈവം ഉയർത്തണമെങ്കിൽ നീ എളിമയുള്ളവരായിരിക്കണം. മറിയത്തെ ദൈവം ഉയർത്തിയത് മറിയത്തിലെ എളിമ ദൈവം കണ്ടതുകൊണ്ടാണ്. അതുകൊണ്ട് അവളുടെ ദൈവം വലിയ കാര്യം ദൈവം അനുഗ്രഹിച്ചു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ
നമ്മൾ നമ്മുടെ വലുപ്പത്തിന് വേണ്ടി, നമ്മുടെ പ്രശംസയ്ക്ക് വേണ്ടി, ആത്മപ്രശംസയ്ക്ക് വേണ്ടി ഓരോ കാര്യം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ആരോഗ്യം തന്നെ പ്രവർത്തിക്കില്ല. അങ്ങയുടെ മഹത്വനായിട്ട് ഞങ്ങൾ അർപ്പിക്കുന്ന ബലിവഴി, ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥന ഞങ്ങളോട് അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങൾ അനുസ്മരിച്ച ഓരോ വ്യക്തിയെയും അങ്ങ് വഴി നടത്തണമേ. ഞങ്ങൾ ഇന്ന് സമർപ്പിച്ച പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ അങ്ങ് അനുഗ്രഹിക്കണമേ. നിന്റെ വലിയ കരുണയെപ്പോഴും ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. മാതാവ് പറഞ്ഞതുപോലെ ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് തലമുറ ദൈവത്തിൻ്റെ കരുണ ദൈവം വർഷിക്കാം. കർത്താവിൻ്റെ വലിയ കരുണ ഞങ്ങളിലൂടെ ദൈവമെന്ന് വർഷിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്നേ.
எல்லாம் வல்ல தந்தையாக இறைவனுக்கு ஏற்றுதாகும்படி நீங்கள் மன்றாடுங்கள். ஆண்டவரே, இப்பணிப்பொருட்களோடு மக்களின் நல்லாட்டுகளை ஏற்றுள்ள உண்மை வேண்டுகின்றோம். இவ்வாறு உங்களுடைய திருமகனின் தாயார் மரியாவின் பரிந்துரையால் எந்த ஒரு மன்றாட்டும் புறக்கணிக்கப்படாமலும் எந்த ஒரு வேண்டுதலும் வீணாகாமலும் இருப்பவருமாக எங்கள் ஆண்டவரான கிறிஸ்து வழியாக உம்மை மன்றாடுகின்றோம். ஆண்டவர்களோடு இருப்பாராக. இதயங்களை மேலே எழுப்புங்கள். இறைவனாகி ஆண்டவருக்கு நன்றி கூறுவோம். ஆண்டவரை தூய்மையான தந்தையே, என்றும் எல்லாம் வல்ல இறைவா, என்னாலும் எவ்விடத்தில் நாம் உமக்கு நன்றி செலுத்துவது எப்பொழுதும் கன்னியான மரியாவின் விழாவில் நாங்கள் உண்மை போற்றி புகழ்ந்து மாற்றிப்படுத்துவதும் மெய்யாகவே தகுதியுமாகவும் நீதியுமாகும். எங்கள் கடமையை மீட்பு கூறிய செயலுமாகும். தூயாவி நிலைத்ததால் அந்த அன்னை உம்முடைய ஒரே மகனை கருத்தாங்கி தமது கன்னிமையின் மாட்சியில் நிலைத்து நின்று நிலையான ஒளியாக எங்கள் ஆண்டவர் இயேசு கிறிஸ்துவை உலகுக்கு அளித்தார். ஒரு வழியாக ஒரு மாண்பை வானதூதர் புகழ்கின்றனர், தலைமை தாங்குபவர்மை வழிபடுகின்றனர், அதிகாரம் செலுத்துவோரும் திருமுன் நடுங்குகின்றனர். வானங்களும் அவற்றில் உள்ள ஆற்றல்களும் செராப்பீன்களும் ஒன்று கூடி அக்களித்து கொண்டாடுகின்றனர். அவர்களோடு எங்கள் உறவையும் சேர்த்துக் கொள்ளுமாறு எங்கள் உண்மையை தாழ்மையுடன் இறங்கி புகழ்ந்து சொல்வதாவது: நிறையாகவே தூயவர், தூய்மை அனைத்துக்கும் ஊற்று. ஆகவே உம்முடைய ஆவியை பொழிந்து இக்காணிகளை தூய்மைப்படுத்த உண்மை வேண்டுகின்றோம். இவ்வாறு எங்கள் ஆண்டவர் இயேசு கிறிஸ்துவின் உடலும் இரத்தமுமாக எங்களுக்கு இவை மாறுவதாக. மாணவர்கள் உள்ளங்கண் தன்மை கையெழுத்த போது அப்பத்தை எடுத்து உமக்கு நன்றி செலுத்தி அதை பெற்று தம் சிலர்களுக்கு அளித்து அவர் கூறியதாவது: அனைவரும் இதிலிருந்து பெற்று உண்ணுங்கள், ஏனெனில் இது உங்களுக்காக கையளிக்கப்படும். அவர் நம்மை இரவு விருந்தை அருந்திய பின் கிண்ணத்தை எடுத்து மீண்டும் உமக்கு நன்றி கூறி தம் சிலர்களுக்கு அளித்து அவர் கூறியதாவது: அனைவரும் இதிலிருந்து பெற்று பருகுங்கள், ஏனெனில் இது புதிய நிலையான உடன்படிக்கைக்குரிய என் இரத்தத்தின் கிண்ணம். இது பாவ மன்னிப்புக்கென்று உங்களுக்காகவும் பலருக்காகவும் சிந்தப்படும்.
இதை இந்த நினைவாக செய்யுங்கள். நம்பிக்கையின் மறைபொருள் ஆகவே ஆண்டவரே, நம் கிறிஸ்துவின் இறைப்பணியில் நின்று கூர்ந்து வாழ்வதன் மறுபடியை மேற்படுத்தி கிண்ணத்தில் கொடுக்கின்றோம். உன் திருமணத்திற்கு ஊழிய புரிய தடங்குள்ளன எங்களை ஏற்றுக்கொள்வீர். எனவே உமக்கு நன்றி செலுத்துகின்றோம். கிறிஸ்துவின் பங்கு எங்களை தூய ஆவியால் ஒன்று சேர்க்க வேண்டும் என உம்மை தாழ்மையுடன் மன்றாடுகின்றோம். ஆண்டவரே, உலகெங்கும் உறவி இருக்கும் உமது திருச்சபையை நினைவு கொண்டவரும் எங்கள் திருத்தந்தை பிரான்சிஸ், எங்கள் ஆயர் செபாஸ்டின், எல்லா திருநிலையினர் ஆகிய அனைவரோடும் உமது திருவை அன்பின் நிறைவு பெற செய்தார்கள். மேலும் உயர்த்தெழும் எதிர்நோக்குடன் துயில் கொள்ளும் எங்கள் சகோதர சகோதரிகளையும் இறந்தோர் அனைவரையும் இரக்கத்துடன் நினைவு கூர்ந்த உமது திருமுக ஒளியினுள் ஏற்றலும் எங்கள் அனைவர் மீதும் இரக்கமாயிரும். கடவுளின் கண்ணிப்பாயான புனித மரியா, அவருடைய கணவரான புனித யோசேப்பு, புனித திருத்தூதர்கள், இவ்வுலகின் உந்தவராகிய புனித அனைவரிடமும் நாங்கள் நிலைவாழ்வில் பங்கு கொள்ளும் தகுதி பெற்று திருமகன் இயேசு கிறிஸ்து வழியாக உம்மை புகழ்ந்தேற்கும் வரமல்லால் உம்மை மன்றாடுகின்றோம். இவர் வழியாக இவரோடு இவரில் எல்லாம் வல்ல இறைவனாகிய தந்தையே, தூய ஆவியின் எல்லா புகழும் மாட்சியும் என்றென்றும் உமக்கு உரியதே. மீட்பிற்களை கற்பிக்கப்பட்டு இறைவனில் பயிற்சி பெற்ற நாம் பிரிந்து சொல்வோம். உமது பெயர் தூயது என போற்றப்படுக. உமது ஆட்சி வருக. உமது திருவுள்ளம் விண்ணுலகில் நிறைவேறுவது போல மண்ணுலகிலும் நிறைவேறுக. எங்கள் அன்றாட உணவை எங்களுக்கு இன்று தாரும். எங்களுக்கு எதிராக குற்றம் செய்வோரை நாங்கள் மன்னிப்பது போல எங்கள் குறைகளை மன்னியும். எங்களை சோதனைக்கு உட்படுத்தாதேயும். தீமையிலிருந்து எங்களை விடுவித்தருளும். ஆண்டவரே, தீமை அனைத்துகளை விடுவித்து எங்கள் வாழ்நாள் அமைதியை உணர்வுடன் கொண்டாடுகின்றோம். முதலகத்துதவியால் பாவம் எப்போதும் விடுதலை பெற்று யாதொரு கலங்கோம் என்ற நலமாயிருப்போமாக. நாங்கள் எதிர்நோக்கியிருக்கும் வேறுபத்துக்காகவும் என் மீட்பராகிய இயேசு வருகைக்காகவும் காத்திருக்கின்றோம். ஆண்டவரே இயேசு கிறிஸ்துவே, அமைதியை உங்களுக்கு விட்டு செல்கின்றேன், என் அமைதியை உங்களுக்கு அளிக்கிறேன் என்று உங்கள் திருத்தூதர்கள் கொள்கிறேன். எங்கள் பாவங்களை பாராமல் திரு அவையின் நம்பிக்கையை கண்ணோக்கி அதற்கு அமைதியையும் ஒற்றுமையும் அளித்திருப்பீராக. எனக்கு வாழ்ந்து ஆட்சி செய்கின்றவர் நீரே. ஆண்டவருடைய அமைதி உங்களோடு என்றும் இருப்பதாக. ஒருவருக்கொருவர் அமைதியை
இதோ இறைவனின் சந்ததி, இதோ உலகின் பாவங்களை போக்குகின்றவர். செம்மறையில் விருதுக்கு அழிக்க பெற்றோர் பேறு பெற்றோர்.
ஆண்டவரே, விண்ணக உணவை உட்கொண்ட நாங்கள் அது கனிவாய் வேண்டுகின்றோம். இந்த கன்னியான மரியாவின் நினைவு கொண்டாட்டத்தில் மகிழ்வோரும் நாங்கள் அதே கண்ணுமை கண்டு பாவித்து எங்கள் மீட்பின் மறைமுகங்களை பெற நாங்கள் தகுதி பெறுவோமாக. எங்கள் ஆண்டவரான கிறிஸ்து வழியாக உம்மை மன்றாடுகின்றோம். ஆமென். സ്നേഹമുള്ളവരെ, നമുക്ക് വേണ്ടി ഇന്ന് ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചത് ആന്റണി ചേലാട്ടച്ചനാണ്. നമുക്കറിയാം, അച്ഛനെ നമ്മുടെ ഇടവയിൽ കൊച്ചനായിട്ടിരുന്നു. അതിനുശേഷം വിദേശത്ത് പോയി പഠിച്ച് തിരിച്ചു വന്നു. എല്ലപ്പെട്ടിരിപ്പോൾ വികാരിയായിട്ട് സേവനം ചെയ്യുന്നു. നല്ലൊരു ആർക്കിടെക്റ്റാണ്. നല്ല അവിടെയുള്ള പള്ളികളെല്ലാം മോടി പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, മനോഹരമാക്കുന്നു. ദൈവത്തിൻ്റെ ആലയം മനോഹരമാക്കുവാനായിട്ട് അച്ഛൻ്റെ ഏറെ ശ്രമങ്ങൾ ഇടവകയുടെ പ്രത്യേക ഇടവക ജനങ്ങളെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച് ഒരുമിച്ച് കൊണ്ടുപോകുന്ന നല്ലൊരു മിഷണറിയാണ് അച്ഛൻ. അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ വചനത്തിലൂടെ തുടങ്ങിയത് പ്രകാരമാണ് പരിശുദ്ധ അമ്മ നമുക്ക് എളിമയുടെ മാതൃകയാണത്. എളിമയുള്ളവരാണ്. ആരൊക്കെ എളിമയിൽ വളരുന്നുണ്ടോ അവരെയൊക്കെ ദൈവം ഉയർത്തുന്നതെന്ന് വചനത്തിലൂടെ അച്ഛൻ നമ്മളെ ഓർമ്മപ്പെടുത്തി. നമുക്ക് അമ്മയെ പോലെ എളിമയുള്ളവരാകാൻ, കൃപയുള്ളവരായി തീരാൻ അച്ഛൻ എല്ലാവരുടെ പേരിലുള്ള അഗീതമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ஆண்டவர்களோடு இருப்பாராக. எல்லாம் வல்ல இறைவன் தந்தை, மகன், தூய ஆவியின் விளைவையும் ஆசீர்வதிப்பாராக. சென்று வாருங்கள், திருப்பலி நிறைவேற்று இறைவனுக்கு நன்றி. ശോഭന നല്ല ആരോഗ്യം ലഭിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുന്നു. സാൻ ജോസഫ് വേദി അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപാവരം എല്ലാവർക്കും ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒപ്പം നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ സമർപ്പിക്കാൻ, കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെ സമർപ്പിക്കാൻ,
നിയോഗങ്ങൾ ആവശ്യപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥം തേടി കൃപയോടുകൂടി നമുക്ക് ഈ നൊവേനയിൽ പങ്കെടുക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവീശ്വരയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളുടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കർമ്മനാഥനോടുള്ള ഭക്തിയിൽ വളരുവാനും ജീവിതയാത്രയിൽ ഉണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളെയും അമ്മയുടെ മധ്യസ്ഥ ശക്തിയാൽ ഈശോയുടെ തൃക്കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാനും സുഗന്ധസമ്പന്നമായ ഒരു ജീവിതം വഴി ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. ആമേൻ. ഓ പരിശുദ്ധാമ്മേ, കർമ്മല മാതാവേ, പാപിയുടെ സങ്കേതമേ, അങ്ങയുടെ മക്കളായ ഞങ്ങളിതാ അങ്ങേ സന്നിധിയിൽ അണയുന്നു. ദൈവസന്നിധി ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം മധ്യസ്ഥം വഹിക്കുന്ന അമ്മേ, ഞങ്ങളുടെ അപേക്ഷകൾ ദയാപൂർവ്വം ശ്രമിച്ച് ദൈവത്തിൽ നിന്ന് ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ പ്രാപിച്ചു തരണമേ. കർമ്മനാഥേ, അങ്ങയുടെ തിരുനാമം വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങളെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. പ്രതിഷ്ഠാജപം. ദൈവമാതാവും കർമ്മല സഭയുടെ അന്യമായ കന്യാമറിയമേ, തിരുസഭയുടെ മാതാവായ മറിയമേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ എല്ലാ മെത്രാന്മാരെയും സഭാധ്യക്ഷന്മാരെയും കാത്തുപരിപാലിക്കണമേ എന്നും ഉത്തമ കത്തോലിക്ക വിശ്വാസത്തിൽ സഭാ സന്താനങ്ങളെല്ലാം വളർത്തിക്കൊണ്ടുവരുവാൻ അവരെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിന് മാതൃകയായ മാതാവേ, ഞങ്ങളുടെ കുടുംബങ്ങൾ പ്രാർത്ഥനയിലും സ്നേഹത്തിലും നിലനിൽക്കുന്നതിനും ക്രിസ്തുവിന്റെ സമാധാനവും സന്തോഷം കൊണ്ട് നിറയുന്നതിനും ഇടയാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമർപ്പിതരുടെ രാജ്ഞിയായ മറിയമേ, സകല സമർപ്പിതരെയും അങ്ങയുടെ കരുതാനിൽ കാത്തുകൊള്ളുകയും ആത്മശരീര വിശുദ്ധി പ്രാപിച്ചുകൊണ്ട് ഇഹലോകത്തിൽ ഈശോയുടെ വിശ്വസാക്ഷിയായി ജീവിക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പീഡിതർക്ക് ആശ്വാസമായി മറിയമേ, രോഗങ്ങളാലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളാലും വിഷമിക്കുന്ന സഹോദരങ്ങളെയും ആപത്തുകൾ പെട്ടൊഴിയുന്നവരെയും സംരക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്ത്യാനികളുടെ സഹായമായി മറിയമേ, നിങ്ങളുടെ മധ്യസ്ഥം അപേക്ഷിക്കുന്ന ആരെയും ഒന്നും ഉപേക്ഷിച്ചിട്ടില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങേ തിരുസന്നിധിയിൽ വിവിധ ആവശ്യങ്ങളുമായി കടന്നു വന്നിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങേ മധ്യസ്ഥ ശക്തിയാൽ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മൗനമായ വ്യക്തിപരമായ ആവശ്യങ്ങളെ പരിശുദ്ധാത്മാവോട് ദൈവത്തിന് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റുകളോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
രക്ഷകനായ യേശുവിൽ വിശ്വസിക്കുന്നതിനും പരസ്പര സ്നേഹത്തിലൂടെ ക്രൈസ്തവ സാക്ഷിയായി ജീവിക്കുന്നതിനും കൃപ നൽകുന്ന ദൈവമേ, ഞങ്ങൾ നിരവധിയായ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ആബാ പിതാവേ എന്ന് വിളിച്ചപേക്ഷിക്കുവാൻ കൃപ നൽകുകയും ചെയ്യുന്ന ദൈവമേ, സ്നേഹവും വാത്സല്യം നൽകി ഞങ്ങളെ ഉണർത്തുകയും നല്ല മാതാപിതാക്കന്മാരെയും ഉത്തമ മാതാപിതാക്കളെയും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ദൈവമേ, ആപത്തുകളും ശാരീരികവും മാനസികമായ അസ്വസ്ഥതകളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുകയും നേർവഴിയിലൂടെ നടത്തുകയും ചെയ്യുന്ന ദൈവമേ, കർമ്മനാൾ വഴി നമുക്ക് ലഭിച്ച നിരവധിയായ നന്മകൾക്ക് മൗനമായി നന്ദി അർപ്പിക്കാം. എല്ലാ രോഗികളെയും നമുക്ക് ഓർക്കാം. ആശുപത്രി ഭവനത്തിലുള്ള വെന്റിലേറ്ററിൽ കഴിയുന്ന നിരവധി രോഗങ്ങൾക്ക് അനുഭവപ്പെട്ടു പോയവർ, നിരാശയിൽ കഴിയുന്നവർ, ചികിത്സിക്കാൻ പോലും കഴിവില്ലാത്തവർ, നമ്മുടെ ഒറ്റവർ, നമുക്ക് വ്യക്തിപരമായ രോഗങ്ങളുണ്ടെങ്കിൽ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പരിശുദ്ധാത്മാവിന്റെ മധ്യസ്ഥം തേടി നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, ശാരീരിക സ്വാസ്ഥ്യങ്ങൾ മൂലം ശ്ലേഷിക്കുന്ന അങ്ങയുടെ ദാസരെ കൃപയാക്കണമേ. അങ്ങയുടെ മക്കൾക്ക് ശാന്തിയും സൗഖ്യവും നൽകണമേ. സകല വഴി ഞങ്ങൾ പുറത്തേക്കാകുകയും അങ്ങയുടെ ആജ്ഞത്താൽ ഞങ്ങളുടെ രോഗമുദ്രാകുകയും ചെയ്യട്ടെ. ഈ ആശങ്കകളെല്ലാം വഴി ഞങ്ങൾ നൽകണമേ. ദൈവമേ, പരിശുദ്ധ കന്യാമറിയത്തെ ഞങ്ങൾക്ക് അമ്മയായി നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. പരിശുദ്ധാമ്മയുടെ മാതൃക പിഞ്ചതുകൊണ്ട് ഈശോയ്ക്ക് ഏറ്റവും പ്രീതികരമായ ജീവിതം നയിക്കുവാനും ആത്മശരീര വിശുദ്ധിയോടെ സ്വർഗത്തിൽ അങ്ങേ കണ്ട് നിത്യാനന്ദം അനുഭവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. പിതാവായ ദൈവം തന്റെ പരിശുദ്ധിയാൽ നിങ്ങളെ നിറയട്ടെ. പുത്രനായ ദൈവത്തിന് തന്റെ തിരുരക്തത്തിന്റെ സംരക്ഷണം നിങ്ങൾക്ക് നൽകട്ടെ. പരിശുദ്ധാത്മാവായ ദൈവം തന്റെ വരദാനങ്ങളാൽ നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക്